ഹലോ, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം ഞാൻ എന്തായി കാണിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും, ഓരോ തുണിയും ഇങ്ങനെ എടുത്ത് ഇടുന്നതുള്ളത്. ഇത് ഏകദേശം 9ഓളം ഉടുപ്പുകളുണ്ട് കേട്ടോ. കുഞ്ഞുടുപ്പ് തൊട്ട് ഇച്ചിരി വലിയ ഉടുപ്പ് വരെ, ഏകദേശം ഒരു 10-12 വയസ്സുള്ളൊരു കുട്ടിയുടെ ഉടുപ്പ് വരെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ 12ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം അവൾക്ക് വീട്ടിൽ കേക്ക് മുറിക്കാനായിട്ട് ലെയറായിട്ടുള്ള ഉടുപ്പ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടോ. അപ്പോൾ പുതിയൊരു തുണിയെടുത്ത് തയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചിലവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പം അവളുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം തയ്ക്കുന്നൊരു തുണിയാട്ടോ ഇത്. അപ്പം ഇതിൽ അവളുടെ അതായത് ഉണ്ടായപ്പോഴത്തെ ചെറുപ്പത്തെ ഡ്രസ്സും അതുപോലെ തന്നെ അവളുടെ അനിയത്തിയുടെയും ചെറുതിലെ ഡ്രസ്സൊക്കെ എല്ലാം അവർ കുറേയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ എണ്ണം എടുത്തുകൊണ്ട് അവൾ തന്നിട്ട് പറഞ്ഞാണ് എനിക്ക് ഇന്ന പോലെ ലെയർ ആയിട്ടുള്ളൊരു ഫ്രോക്ക് തയ്ച്ച് കൊടുക്കണം എന്നുള്ളത്. എനിക്ക് യാതൊരുവിധ ഐഡിയയില്ല ഇത് കിട്ടിയപ്പോൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന്. ഇത് 1 മാസം മുന്നേ തന്നതാട്ടോ. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല, ഇതെങ്ങനെ ചെയ്യും, ഒരു കളർ കോമ്പിനേഷൻ ഇല്ല, ഇത് അവസാനം എന്തായി തീരും എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം കൊച്ചൊരുപാട് ആഗ്രഹിച്ചു കൊണ്ട് തന്നതാണ്. അങ്ങനെ എന്തോ യൂട്യൂബിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളിങ്ങനെ കൊണ്ട് തരുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഇതൊരു നേരത്തെ ഒരു ഫ്രോക്കായിരുന്നു, അത് ഞാൻ സ്കേർട്ടാക്കി കൊടുത്ത കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു തയ്യലിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ഉടുപ്പിൻ്റെ നമ്മുടെ യോക്കുള്ളതാണെങ്കിൽ യോക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ സ്കേർട്ടിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ബെൽറ്റ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലുള്ള ഫ്രോക്കിനൊക്കെ നല്ല കട്ടിയുണ്ട്. അപ്പം നമ്മൾ ലൈനിങ്, അതായത് യോക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഇച്ചിരി സമയമെടുത്ത് വേണം നമ്മളെല്ലാം കട്ട് ചെയ്ത് കളയാനായിട്ട്. ഈ ഒരു ഭാഗം ഞാൻ ആദ്യം വിചാരിച്ച് യോക്കിനൊക്കെ വെക്കാമെന്ന്, പക്ഷേ എന്തോ കളർ കോമ്പോ അങ്ങ് റെഡി ആകാത്തതുകൊണ്ട് ഞാനത് പിന്നെ അത് മാറ്റി വെച്ചു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഫ്രോക്ക് നമ്മൾ മാറ്റി വെച്ചു, കാരണം തീരെ കൊള്ളത്തില്ല. ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ലൈനിങ് ഒന്നും ഇതിൻ്റെ ഒന്നും കൊള്ളില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെറ്റൊക്കെ ആണെങ്കിലും ചില ഭാഗത്ത് കറ പിടിച്ചും അഴുക്കായി പോയതുള്ളതുകൊണ്ട് ഞാൻ നല്ല പാർട്ട് മാത്രം കട്ട് ചെയ്തിട്ടാട്ടോ ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബീഡ്സ്, അതായത് കുഞ്ഞു മുത്ത് വരുന്നുണ്ട്. അപ്പം ഒരു മെറ്റീരിയലിൽ മാത്രം അങ്ങനെ മുത്ത് വന്ന ഭംഗി കാണത്തില്ല. അങ്ങനെ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ തുടക്കത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് ഒരു ഐഡിയയില്ല ഇതെന്താണ് അവസാനം വരാൻ പോകുന്നതെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നാത്തൂനുണ്ട്. അപ്പം എനിക്കിതിന് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ ഇത് അവളുടെ ചെറുപ്പത്തിലെ ഒരു പണ്ടത്തെ ഒരു ചുരിദാർ ടോപ്പാട്ടോ. അപ്പോൾ അതിൻ്റെ ലൈനിങ് എടുക്കാമെന്ന് പറഞ്ഞാൽ അവൾ എടുത്തുകൊണ്ട് തന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഉടുപ്പിൻ്റെ ലൈനിങ് എടുത്തിട്ടാട്ടോ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെറ്റ് എല്ലാം പിടിപ്പിച്ചെടുത്ത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം.